എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ആൾ. ആക്ച്വലി നിങ്ങളുടെ സാഹസം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആണ്. വെരി എക്സൈറ്റഡ്. സിനിമയുടെ സംവിധായകൻ വിപിൻ, സിനിമയുടെ ഫിലിം ക്രൂ ഈസ് ഹിയർ. ഓൾസോ we are happy to be associated with Real Me. ഞങ്ങൾ ആക്ച്വലി ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് എൻ്റർടൈൻമെൻ്റ് ആണ് സാഹസം. ഒരു പക്ഷേ ഈ സിനിമ റിലീസായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ പടത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഈ പടത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫാസ്റ്റ് പേസ്, ഡാർക്ക് ഹ്യൂമർ, ത്രില്ലർ, ഒരു ആക്ഷൻ ജോണർ, ഒരു ഇമോഷണൽ ഡ്രാമ എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ജോണേഴ്സ് ടച്ച് ചെയ്യുന്നൊരു മൂവിയാണ്. ആക്ഷൻ, കോമഡി, സസ്പെൻസ്, ത്രില്ലർ, ഇതെങ്ങനെയാണ് ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് വരുന്നത്? അല്ല, ഇത് കുറച്ച് ട്രിക്കിയാണ് ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ കോളേജിൽ ഇതുണ്ട്. ആക്ച്വലി ഇത് ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡാണ്, ത്രില്ലറാണ്, അഡ്വഞ്ചർ ത്രില്ലറാണ്. ബട്ട് നത്തിങ് സീരിയസ്, അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ത്രില്ലറല്ല. ഹ്യൂമറുണ്ട്, ഡാർക്ക് ഹ്യൂമറുണ്ട്, അഡ്വഞ്ചർ, ചേസ്, കുറേ പാട്ട്, ബഹളം, സെലിബ്രേഷൻ മൂഡ് പാക്കേജാണ്. സോ ഓണം ടൈമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ഒരു ടീം എങ്ങനെ സിനിമയെക്കുറിച്ച്, ടീമിനെ കുറിച്ച് ആൻഡ് അബൌട്ട് Real Me 15. ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. സോ സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ ഒരു ഗസ്റ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. കാരണം മിക്ക ദിവസങ്ങളിലും ഞാനിവിടെ ലുലുമോളിൽ വരാറുണ്ട്, വെള്ളിയാഴ്ചകളിൽ സിനിമ കാണാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സെക്കൻഡ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാനിതിനകത്ത് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ജീവൻ വളരെ സാധാരണക്കാരനാണ്. 10 വില്ലന്മാരെ വന്നാൽ ഇടിച്ചിടാൻ പറ്റാത്ത സാധാരണ നിങ്ങളെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. പിന്നീട് ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ ഉള്ളവരും നിങ്ങൾ പോസ്റ്ററിൽ കണ്ട മറ്റുള്ള എല്ലാവരും ജീവൻ്റെ കഥയിലേക്ക് വരുന്നുണ്ട്. അവസാനം ഈ സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സാഹസമാണ് ചിലപ്പോൾ ഈ സിനിമ. കൂടുതൽ പറയാനില്ല. എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർ ഈശ്വരനോടാണ്. കാരണം ഞങ്ങളൊക്കെ വെച്ച് ഇത്രയും വലിയൊരു സാഹസം എടുത്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഗുഡ് ഈവനിങ് എവറിബഡി. താങ്ക് യു. നിങ്ങളുടെ ഷോപ്പിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്ത് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുകയാണ്. ബട്ട് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ. ഞങ്ങളുടെ മൂവി സാഹസം ഓഗസ്റ്റ് 8 തിയേറ്റേഴ്സിൽ വരെയാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു OTT റിലീസായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന മലയാളം സിനിമയാണ്. അപ്പോൾ പലവർക്കും ഞാനൊരു തമിഴ് ആക്ടർ അല്ലെങ്കിൽ 96 വന്ന ഒരു കുട്ടീന്ന് അറിയെങ്കിലും മലയാള സിനിമയിൽ കൂടുതൽ സജീവം ആവണം ആണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനെന്തായാലും ഇതൊരു നല്ല പടമായിരുന്നു. എനിക്ക് വിപിൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, സാര ഐസക് എന്ന് പറഞ്ഞിട്ട്. സോ ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങളുടെ 2 പാട്ടുകൾ ഇതുവരെ ഭയങ്കര ഹിറ്റാക്കി തന്നു നിങ്ങളെല്ലാവരും. 10 വർഷം മുമ്പൊക്കെ സൂര്യ TV-യിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. അന്ന് കണ്ട അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു വ്യത്യാസമില്ലാതെ ചെയ്തത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ യു സ്റ്റാർട്ടഡ് ആസ് എൻ ആങ്കർ, പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ, ഇപ്പം ആക്ടർ എന്ന നിലയിൽ ഇത് ശരിക്കും 3 or 4th ഫിലിമായി അല്ലേ? 5th ഫിലിം. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ആസ് എൻ ആക്ടർ? ലൈഫ് എങ്ങനെ പോകുന്നു? ആൻഡ് അബൌട്ട് ദ മൂവി, ഈ ഒരു ടീം, കുറേ ചോദ്യങ്ങളുണ്ട്. റംസാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗസ്റ്റായിട്ടല്ല നിൽക്കുന്നത്. റംസാൻ ആഴ്ചയിൽ ഒരു 4 ദിവസം വന്നാൽ ഞാൻ 6 ദിവസം ഇവിടെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഇവൻ്റ് നടക്കുമ്പം, സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുമ്പോൾ, ലോഞ്ച് നടക്കുമ്പോൾ നിങ്ങളെ പോലെ മൂവിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട്. കുറച്ചുകൂടെ കാശായി കഴിഞ്ഞപ്പോൾ കോസ്റ്റർ കോഫിയുടെ മൂലിങ്ങിൻ്റെ കൗച്ചിൽ അവരുടെ ഓഫറിൻ്റെ ബോർഡിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടാവും ഒരു കാപ്പിയായിട്ട്. ഇടയ്ക്ക് സിനിമ കാണും, ഇതിലേ നടക്കും. ഇതും എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലാണ്. പണിയില്ലാത്ത സമയങ്ങളിൽ എനിക്കിവിടെ വരാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടുണ്ട് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കയറുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് സാഹസം ഞങ്ങളെല്ലാവരും കൂടെ ഒരു 10-45 ദിവസം കഷ്ടപ്പെട്ടെടുത്തൊരു സാഹസമാണ് ഓഗസ്റ്റ് 8 നിങ്ങളുടെ മുമ്പിലേക്ക് റിലീസാവുന്നത്. ഇതിൽ റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. റോണി നല്ല കാശുള്ള വീട്ടിലെ ഒരു അഹങ്കാരിയായ, നല്ല കാശുള്ള വീട്ടിലെ ഒരു അങ്കിളിൻ്റെ അഹങ്കാരിയായിട്ടുള്ള മോനാണ്. ഈഗോയിസ്റ്റിക് പേഴ്സണാണ്. അവൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഒരു അലവലാതി
അതെനിക്ക് എന്താ ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ഒരു ക്യാരക്ടർ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് പിന്നെ പലതവണ പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. 21 ഗ്രാംസിലെ നിഖിൽ നാരായൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിഷാൻ എൻ്റെ പ്രൊഡ്യൂസർ, ദീപൻ ഡയറക്ടർ, റൈറ്റർ, പിന്നെ അനു പെണ്ണോട് വിളിക്കുന്നത്. ഈ 21 ഗ്രാംസ് കഴിഞ്ഞ ശേഷം ഒരു നെക്സ്റ്റ് ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കാക്കനാട് വില്ലേജ് ഇറങ്ങാതായി. ഇടയ്ക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് വിളിക്കും, ഫ്രീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ ഈ കഥയുടെ തുടക്കം മുതലുണ്ട്. കഥയുടെ തുടക്കം മുതൽ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോഴൊക്കെ എന്നോട് അറിയാതെ പറഞ്ഞു, ഇതിൽ ചിലപ്പോൾ നീ റോണി ആയിരിക്കും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ പല കാസ്റ്റ് മാറി, പല ആൾക്കാർ നമ്മുടെ പടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ വന്നപ്പോഴും റോണി ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഞാൻ പുതിയ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. റോണി ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല, അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച വേഷമാണ്. എന്തായാലും 5 പ്രാവശ്യം ഓഗസ്റ്റ് 8-ാം തീയതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. ഓഗസ്റ്റ് 8-ാം തീയതി സാഹസം റിലീസാണ്. ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനമായ ലുലു മാളിൽ നിന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഇഷ്ടം പോലെ പ്രാവശ്യം വന്നു ചായയും കാപ്പിയും കുടിക്കുന്ന സിനിമ കാണുക, പല ഭക്ഷണങ്ങളും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു പുതിയൊരു സ്ഥലത്ത് വന്നൊരു മൂഡില്ല എന്തായാലും. പിന്നെ സാഹസത്തിൽ സാം എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു IT പ്രൊഫഷണൽ. ഞാൻ റെപ്സാൻ്റെ ക്യാരക്ടേഴ്സൊക്കെ IT പ്രൊഫഷണൽസാണ്. ആ ഒരു IT കമ്പനിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പ്രശ്നം പിന്നെ എല്ലാവരും ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങൾ ഈ പോസ്റ്ററിൽ ഞാൻ പോയി അത് പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും. ബാബുവിൻ്റെ തൊട്ട് ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, താഴെയും കീഴിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പല പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് സോൾവ് ആകുക, ഒരു സൊല്യൂഷനിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്.